ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പൈനാപ്പിൾ പച്ചടി ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ അല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോണത്. അതിനായിട്ട് പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഈ അരമുറി പൈനാപ്പിൾ കൊണ്ട് നമുക്ക് 6-7 പേർക്ക് കഴിക്കാൻ പാകത്തിന് പച്ചടി ഉണ്ടാക്കാൻ പറ്റും. നല്ല പഴുത്ത പൈനാപ്പിളാണ് പച്ചടിക്ക് വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മധുരം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി പൈനാപ്പിൾ നുറുക്കുമ്പോൾ അതിൻ്റെ മൂക്കൊക്കെ നമുക്ക് ചെത്തിക്കളയാം, അല്ലെങ്കിൽ അത് നാക്ക് ചൊറിയാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് അത് അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് മൂക്കൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കഷ്ണങ്ങളെല്ലാം കഴുകി ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കലാണ് കേട്ടോ. പൈനാപ്പിളും മത്തങ്ങയും വേവിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഓരോ പിടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നമുക്ക് ജാറിൽ അരച്ച് കൊണ്ടുവരാം. ഇനി പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് നമുക്ക് വേവിച്ച പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരച്ച മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് കടുകും അരയ്ക്കാം. ചിലർ ജീരകവും ചേർക്കും, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് തൈരാണ്. ഞാൻ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന മിശ്രിതം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചടി തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി അരപ്പൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തള വരുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി നമുക്കിനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഇനി ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടുകും ഒരു 2 വറ്റൽമുളക് കീറിയതും പിന്നെ കറിവേപ്പിലിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അലങ്കാരത്തിന് നമുക്ക് മുന്തിരി ചേർക്കാം കേട്ടോ. പച്ചമുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ പച്ചമുന്തിരി ഇല്ലാത്ത കാരണം ഞാൻ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തത്. അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വറവിലേക്കിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ വരും വരയ്ക്ക് ടാറ്റാ ബൈ ബൈ.